അല്ല, ഇപ്പം പറയാവോന്ന് അറിഞ്ഞുകൂടാ, എന്നാലും എപ്പോഴെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഈ പപ്പടത്തിനടിയും ചോറിനടിയും കവറിനടിയും പിന്നെ പൊരിക്കടിയും എല്ലാം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം സംവരണം ചെയ്തതാണ് എന്ന തരത്തിൽ ചിലരൊക്കെ ചില പ്രാദേശിക സംഗതികൾ വെച്ച് ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ഈ കൊല്ലത്ത് പക്കാവടയ്ക്ക് സംഭവം ഉണ്ടായതും കായംകുളത്തോ അതിനപ്പുറം ആലപ്പുഴ ജില്ലയിൽ എവിടെയോ പപ്പടത്തിന് വലിയ പ്രശ്നമുണ്ടായതും അതുപോലെ തന്നെ ചിലയിടത്ത് ഇറച്ചി ചാറ് കുറഞ്ഞു പോയതിനുള്ള സംഗതികളുമൊക്കെ അടക്കം പലതരത്തിലുള്ള അടികൾ വലിയ വാർത്തയാവുമ്പോൾ ആ അടിക്കുന്നവരെ ആക്ഷേപിക്കുന്നതിന് പകരം ആ അടിക്ക് നടക്കുന്ന പ്രദേശത്തെയും ആ സ്ഥലങ്ങളെയുമൊക്കെ വല്ലാണ്ട് ആക്ഷേപിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് കൊല്ലത്ത് പള്ളിമുക്കിൽ ഒരു വിവാഹ ചടങ്ങിൽ അടിയുണ്ടായി. ആ വിവാഹം നടത്തിയവർ ആ ഓഡിറ്റോറിയം എടുത്തു എന്നുള്ളതല്ലാതെ അത് പള്ളിമുക്കുകാരുമല്ല, മറ്റ് പല പ്രദേശത്തു നിന്ന് വന്നതാണ്. പക്ഷെ കിട്ടിയത് മൊത്തം പള്ളിമുക്കുകാർക്കാണ്. ചിലരൊക്കെ അത് പള്ളിമുക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഇത് പറയാൻ കാരണം മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് ഒരടി ഉണ്ടായിരിക്കുന്നു. ചോറും മീനും എന്നെങ്ങാണ്ട് പറയുന്ന ഒരു കടയിലാണ് അടി നടന്നിരിക്കുന്നത്. അടിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 അടിയാണ്, കൂട്ടയടി. ദേ ആ അടിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. അടിയടാ. ഇപ്പോൾ എല്ലാം റീൽസുമായി ബന്ധപ്പെട്ട പ്രചരണമാണല്ലോ. അതുപോലെ റീൽസ് ഇട്ട് വളർന്നൊരു കടയാണെന്നാണ് ചിലർ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതി ആർക്കാണ്ട് ആഹാരം കൊടുത്തപ്പോൾ അതിൻ്റെ വില കൂടുതലാണെന്നും പറഞ്ഞ് ആരോ റീൽസ് ഇട്ടപ്പോൾ ആ റീൽസിൽ വന്ന കമൻറ്റ്, ആ കമൻറ്റുകൾ തമ്മിൽ കൊരുത്ത്, മൂത്ത്, വറുത്ത്, കൊഴുത്ത്, പിന്നെന്ന് വേണ്ട എല്ലാം കൂടെ കുരുക്കി ദേ പൂര അടിയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ കാര്യങ്ങൾ 2-3 എണ്ണം വളരെ വ്യക്തമാണ്. ഒന്ന്, മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ ഷെയ്ത്താനുണ്ട്. അത് കൊല്ലത്തായാലും കായംകുളത്തായാലും മലപ്പുറത്തായാലും എവിടെ വികാരമുണ്ടോ അവിടെയുണ്ട് ഈ ഷെയ്ത്താൻ കുഞ്ഞുങ്ങൾ. ഇതെല്ലാവരും കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ചെറിയ വിട്ടുവീഴ്ച കൊണ്ട് ഈ സംഗതി അങ്ങ് പോയേനെ. പക്ഷേ അതിന് തയ്യാറല്ലാത്തതാണ് ഈ കൂട്ടയടിക്ക് കാരണം. ഇതിന് കുറ്റിപ്പുറത്തുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവരെ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നവരും സഹായിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ഭക്ഷണം നൽകാൻ വേണ്ടി വിളിക്കുന്നവരും ഒക്കെയായ ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അടി നടക്കുമ്പോൾ അവരെ പറയുന്നതും. അപ്പോൾ അതുകൊണ്ട് അടിക്ലബിലേക്ക് അങ്ങനെ മലപ്പുറത്തെ കുറ്റിപ്പുറവും പ്രവേശിച്ചിട്ടുണ്ട്. ചോറിനും മീനിനുമുള്ള അടി.